യുഎസ് വ്യോമസേന ഇറാനെ ആക്രമിച്ചത് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന പ്രസിഡന്റ് ട്രംപ് തത്സമയം കാണുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സിറ്റുവേഷൻ റൂം. ബിൻ ലാദന്റെ വധം അന്നത്തെ പ്രസിഡന്റ് ഒബാമ കണ്ട അതേ മുറി. വൈറ്റ് ഹൌസിലെ സുപ്രധാന മുറി. എന്താണ് സിറ്റുവേഷൻ റൂം? അടിയന്തര സാഹചര്യങ്ങളിൽ യുഎസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന വൈറ്റ് ഹൌസിലെ പ്രധാന മുറിയാണ് സിറ്റുവേഷൻ റൂം. ഒസാമ ബിൻ ലാദനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ നിരീക്ഷിച്ചതും ഈ മുറിയിലിരുന്നാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാചകങ്ങളുള്ള ചുവന്ന തൊപ്പി ധരിച്ചാണ് ട്രംപ് സൈനിക നടപടി ഇത്തവണ വീക്ഷിച്ചത്. 1979 ശേഷം ആദ്യമായാണ് ഇറാനിൽ യുഎസ് ആക്രമണം അഴിച്ചുവിടുന്നത്. ആക്രമണം വിജയകരമെന്നാണ് ട്രംപിന്റെ പക്ഷം. യുഎസ് ഇറക്കിയത് ആയുധപ്പുരയിലെ വിലപിടിപ്പുള്ള ആയുധങ്ങളെയാണ്. B-2 സ്റ്റെൽത്ത് വിമാനങ്ങളാണ് ദൌത്യത്തിലെ പ്രധാനിയായത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ആക്രമിക്കുകയായിരുന്നു യുഎസ്. 6 വിമാനങ്ങളിലായി 12 ബോംബുകളാണ് യുഎസ് പ്രയോഗിച്ചത്. ഇതിനൊപ്പം 30 ടൊമോഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലുകളും വർഷിച്ചു.